പുൽവാമ ആക്രമണത്തിന്റെ ഭാഗമായി കശ്മീരിൽ നിരോധിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി വീണ്ടും തലപൊക്കുന്നു എന്ന വിവരങ്ങൾ. പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ന്യായത്തിന്റെ ഭാഗത്താണ് തങ്ങളെന്ന് കാണിക്കാനാണ് ഉദ്ദേശം. മുഖം മൂടി അണിഞ്ഞ ചെന്നായകളാണോ പുതിയ ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപത്തിൽ പുറത്തുവരുന്നത് എന്ന ആക്ഷേപം ഇപ്പോൾ കശ്മീരിൽ ശക്തമാണ്. ജമ്മു കശ്മീരിലെ നിരോധിത സംഘടന ജമാഅത്തെ ഇസ്ലാമി പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നു. ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് ഫ്രണ്ട് JDF എന്നതാണ് പുതിയ പാർട്ടി. ആദ്യ യോഗത്തിൽ തന്നെ നേതാക്കൾ പഹൽഗാം ആക്രമണത്തെ അപലപിച്ചു. പതിറ്റാണ്ടുകളായി കൊണ്ടു നടന്ന വിഘടനവാദം എന്ന ആശയം ഉപേക്ഷിക്കുകയാണ് എന്നും നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നീതി, വികസനം, പൊതുജനക്ഷേമം എന്നിവയാണ് പാർട്ടിയുടെ സ്ഥാപക തത്വങ്ങളെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സയാർ റഷി പറയുന്നു. നിരപരാധികളായ സാധാരണക്കാർക്കെതിരായ പഹൽഗാം ആക്രമണത്തെയും വിവിധ സംസ്ഥാനങ്ങളിലെ കാശ്മീരി ജനതയെ ഉപദ്രവിക്കുന്നതിനെയും JDF അപലപിക്കുന്നതായി പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് ഷമീം അഹമ്മദ് തോക്കർ പറഞ്ഞു. കശ്മീരിലെ ജനങ്ങൾ പഹൽഗാം ആക്രമണത്തിലെ ഇരകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഒരു ദിവസം മുഴുവൻ നീണ്ട ബന്ദ് ആചരിച്ചുകൊണ്ട് തങ്ങളുടെ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുവെന്നാണ് തോക്കറിന്റെ വാക്കുകൾ. പഹൽഗാം ആക്രമണത്തിന് ശേഷം കാശ്മീരിലെ വീടുകൾ നശിപ്പിക്കുന്ന രീതി പുനഃപരിശോധിക്കണമെന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയോടും ജമ്മു കാശ്മീർ ഭരണകൂടത്തോടും ആവശ്യപ്പെട്ടു. താഴ്വരയിലെ ഒരു പുതിയ മുഖ്യധാര പാർട്ടിയായി പ്രവർത്തനങ്ങൾ ആരംഭിക്കും. നിരോധിത ജമാഅത്തെ ഇസ്ലാമി അംഗങ്ങൾ തന്നെയാണ് പുതിയ പാർട്ടിയിലെ നേതാക്കൾ എന്നതാണ് സംശയത്തിന് ഇടവരുത്തുന്നത്. നീതിയുടെ മാനദണ്ഡങ്ങൾക്കുള്ളിൽ നിന്ന് രാജ്യത്തിന്റെ നടപടിയെ പാർട്ടി പിന്തുണയ്ക്കുന്നു എന്നാണ് പഹൽഗാം ആക്രമണത്തെ സംബന്ധിച്ച് JDF പ്രസിഡന്റ് പറഞ്ഞത്. പുൽവാമ ആക്രമണത്തിന്റെ ഭാഗമായാണ് ജമാഅത്തെ ഇസ്ലാമി കാശ്മീരിൽ അന്ന് നിരോധിച്ചത്. അന്ന് സംഘടനയിൽ ഉണ്ടായിരുന്ന 9 അംഗങ്ങളാണ് ഇപ്പോൾ പാർട്ടിയുടെ പുതിയ ഭാരവാഹികൾ എന്നതും ശ്രദ്ധേയം. വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും മുഖ്യധാര രാഷ്ട്രീയക്കാരെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുകയാണെന്ന് നേതാക്കൾ പറഞ്ഞു. 2019 ഫെബ്രുവരി 28 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജമ്മു കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചു. അത് ആഭ്യന്തര സുരക്ഷയ്ക്കും പൊതുക്രമത്തിനും വിനാശകരം എന്ന് വിശേഷിപ്പിച്ചിട്ടായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തെ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ പെട്ടെന്ന് അപലപിച്ചു. മെഹബൂബ മുഫ്തിയുടെ നേതൃത്വത്തിലുള്ള പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി അഥവാ PDP, ഫറൂഖ് അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസ് NC, സജാത്ത് ലോണിന്റെ പീപ്പിൾസ് കോൺഫറൻസ് PC, മറ്റു പ്രാദേശിക പാർട്ടികൾ എന്നിവ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. മെഹബൂബ മുഫ്തിയും നാഷണൽ കോൺഫറൻസ് പാർട്ടി നേതാവ് ഒമർ അബ്ദുള്ളയും തുടർച്ചയായ ട്വീറ്റുകളിലൂടെ ജമാഅത്തെ നിരോധനത്തെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ശ്രീമതി മുഫ്തിയും ഒരു മാർച്ചിന് നേതൃത്വം നൽകിയതും മറക്കാൻ പാടുള്ളതല്ല. മുൻപ് 2 തവണ നിരോധിക്കപ്പെട്ടിട്ടുള്ള ജമാഅത്ത് മുൻകാലങ്ങളിൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ കടുത്ത എതിരാളിയായിരുന്നു. മുൻ നിരോധനങ്ങൾ നടപ്പിലാക്കിയപ്പോൾ ഈ പാർട്ടികളിൽ ചിലത് അധികാരത്തിലിരുന്നു, അല്ലെങ്കിൽ ജമാഅത്തിനെ നിരോധിക്കണം എന്ന് വാദിച്ചിരുന്നു. മറ്റു പല അവസരങ്ങളിലും കശ്മീരിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി അവർ ആരോപിച്ചിരുന്നു. 1947 മുതൽ ജമാഅത്തും മൗദൂദിയുടെ ആശയങ്ങളും കാശ്മീർ താഴ്വരയിലേക്ക് നുഴഞ്ഞു കയറാൻ തുടങ്ങി. ഒരു ഔപചാരിക ഘടന നിലവിൽ വന്നതോടെ അത് കൂടുതൽ സ്വാധീനം ചെലുത്താൻ തുടങ്ങി. തിരഞ്ഞെടുപ്പുകളിൽ പോലും അവർ മത്സരിച്ചു, പക്ഷെ കാര്യമായ വിജയം നേടാൻ സാധിച്ചില്ല. പിന്നീട് അവർ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആരംഭിച്ചു. ആധുനിക വിദ്യാഭ്യാസവും ഇസ്ലാമിക ദൈവശാസ്ത്രവും ഒരുമിച്ച് ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ പഠിപ്പിക്കുന്ന ഒരു പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ അവർ കാശ്മീർ താഴ്വരയിൽ കൊണ്ടുവന്നു. ഈ സ്കൂളുകളും മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളും കാശ്മീരിലെ ജമാഅത്തിനെ ജനപ്രിയമാക്കിയ ഘടകങ്ങളാണ്. ഗ്രാമീണ ഉന്നതർ പോലും അതിന്റെ പ്രവർത്തനങ്ങളിൽ താൽപര്യം കാണിക്കാൻ തുടങ്ങുകയായിരുന്നു. ഇജ്തിമാസ് എന്നറിയപ്പെടുന്ന വമ്പിച്ച മതസമ്മേളനങ്ങളിലൂടെ വർഷം തോറും, മാസം തോറും, ആഴ്ച തോറും പുതിയ സാമൂഹിക രാഷ്ട്രീയ ആശയങ്ങളും പരിപാടികളും ജനങ്ങളെ പരിചയപ്പെടുത്തി. ജമാഅത്ത് പ്യൂരിറ്റാനിക്കൽ ഇസ്ലാമിനെ പിന്തുടർന്നു. പക്ഷേ കാശ്മീരിലെ സുഫി സമന്വയത്തെ നേരിട്ടേറ്റെടുക്കാൻ അവർ തീരുമാനിച്ചില്ല, തയ്യാറായില്ല. സുസ്ഥാപിതവും പ്രവർത്തിക്കുന്നതുമായ ഒരു സംഘടനയെ കാശ്മീരിൽ അതിന്റെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ സൂഫി ആചാരങ്ങളിലോ പ്രാർത്ഥനാ ചടങ്ങുകളിലോ ഇടപെടുകയോ പ്രാദേശിക മതപരമായ ആചാരങ്ങളെ അപലപിക്കുകയോ മതപരമായ തർക്കങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യരുത് എന്ന് ജമാഅത്ത് ബോധപൂർവമായ തീരുമാനം എടുത്തു. ഇത് ക്രമേണ കശ്മീരി സമൂഹത്തിൽ ജമാഅത്തിന്റെ സ്വീകാര്യതയിലേക്ക് നയിച്ചു. കാശ്മീരിൽ മതപരമായ നിറം പുലർത്തിയ രണ്ടാമത്തെ കക്ഷിയായിരുന്നു ജമാഅത്ത്. മുസ്ലിം കോൺഫറൻസ് ആണ് ആദ്യത്തേത്. എന്നിരുന്നാലും മുസ്ലിം കോൺഫറൻസ് പാകിസ്ഥാനിൽ ചേരുന്നതിന് നേരിട്ട് പ്രചാരണം നടത്തുകയും ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിൽ വിശ്വസിക്കുകയും ചെയ്തു. മറുവശത്ത് മൗദൂദി ദ്വിരാഷ്ട്ര സിദ്ധാന്തം മാത്രമല്ല, ഒരു ഇസ്ലാമിക രാഷ്ട്രീയ വ്യവസ്ഥ നടപ്പിലാക്കുന്നതിനെയും വാദിച്ചു. വാസ്തവത്തിൽ തുടക്കത്തിൽ ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തെ എതിർത്തിരുന്നു എങ്കിലും പിന്നീട് പാകിസ്ഥാനെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ അദ്ദേഹം ശ്രമിച്ചു. എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ പഴയ കുപ്പിയിലെ വീഞ്ഞ് പുതിയ കുപ്പിയിൽ അടച്ചുകൊണ്ടുവരുന്ന പുതിയ ഈ ഒരു നിലപാടിനെ ന്യായത്തിന്റെ ഭാഗത്താണ് എന്നവർ വാദിക്കുന്നുണ്ട് എങ്കിലും സംശയദൃഷ്ടിയോടെ തന്നെയാണ് ഇപ്പോൾ കാശ്മീർ മാത്രമല്ല രാജ്യം ഒന്നടങ്കം വീക്ഷിക്കുന്നത്. എന്തായാലും നല്ല കാര്യത്തിനാണെങ്കിൽ അത് നല്ലത് തന്നെ. പക്ഷേ വീണ്ടും ഒരു അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോകാനാണ് എങ്കിൽ അതൊരിക്കലും കേന്ദ്ര സർക്കാർ അനുവദിച്ചു തരികയില്ല എന്നതും അവർ ഓർക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മസ്.